ഹായ് ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോയതിന് ശേഷം നമുക്ക് കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കിട്ടിയപ്പോൾ ലേസം പൂളക്കിഴങ്ങും കൂടി മേടിച്ചു. കപ്പ നിങ്ങൾക്കറിയാലോ, അപ്പോൾ അതും കൂടി മേടിച്ചു. അപ്പോൾ രണ്ടും മിക്സാക്കി വെക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ആവും കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും അവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കപ്പ മേടിക്കാൻ പോയപ്പോൾ മേടിച്ചതായിരുന്നു ഈ ഒരു ഉണക്കമുളകും അതുപോലെ കയപ്പക്ക കൊണ്ടാട്ടം കേട്ടോ. പിന്നെ പുളി കഴിഞ്ഞിരുന്നു, അപ്പോൾ പുളി മേടിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചിക്കനിലല്ല ബീഫിലേക്ക് അരച്ച മസാലയായിരുന്നു കേട്ടോ അത്. അപ്പോൾ കുറച്ച് മല്ലിച്ചെപ്പും പുതിനയൊക്കെ ഇരുന്നിരുന്നു. അപ്പോൾ വേസ്റ്റാക്കി വെറുതെ ഉണക്കി കളയണ്ടല്ലോ വിചാരിച്ച് അരക്കുന്ന സമയത്ത് അതും കൂടി അതിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടും ചെയ്യും, ഞമ്മക്കൊക്കെ നല്ലതുമാണല്ലോ. അങ്ങനെ അതും കൂടി കൂട്ടി അരക്കൊണ്ടാണ് കേട്ടോ പച്ച കളർ കാണുന്നത്. പിന്നെ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാണ്ടായിരുന്നു, നമുക്ക് കഴുകി വെച്ചതിന് ശേഷം പിന്നെ എല്ലായിടും ഒന്ന് അപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി എനിക്കുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇപ്പം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിഴങ്ങും കൂടി ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ മുള്ളൊക്കെ ഉമ്മ അടിക്കും തുടക്കമൊക്കെ ചെയ്തിരിക്കണു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇനി അത് ചെയ്യണ്ട, ഇനി കിച്ചണും കൂടി ഒന്ന് അടിച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. പൂളക്കിഴങ്ങ് മേടിക്കാൻ പോവുക, കാരണം കുറച്ച് ടൈം അവിടെ അങ്ങനെ പോയല്ലോ. അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും ഉമ്മ ക്ലീനിങ് ഒക്കെ ചെയ്തിരുന്നു. ഇനി അടുക്കളയത്തെ എൻ്റെ പരിപാടിയും കൂടിയും കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന സാധനം ഞാൻ എന്തതിന് മുമ്പ് ഞാനൊരു ചെറിയ ഷോർട്ടായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ, എന്നിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കൊണ്ട് നല്ല ക്ലീനിങ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വരും, നല്ല സ്മെല്ലുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കത്തിയും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. നമ്മുടെ ബീഫ് ഇവിടെ തിളച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ലാബൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ താഴെ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി പിന്നെ ഇനി ഒന്ന് തുടച്ചെടുക്കും കൂടിയും ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഭാഗത്തിരിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇന്ന് വലിയ മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വലിയ കുഴപ്പമില്ല. മഴയാണെങ്കിൽ അധികം തുടച്ചാൽ ഉണങ്ങും ഒന്നും ചെയ്യില്ലല്ലോ, ഭയങ്കര ഒരു ഇതായിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ എല്ലായിടും ഒന്ന് അടിച്ചു വാരി, എല്ലായിടും അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടോ. വലിയ വൃത്തിയോടൊന്നുമില്ല, എന്തായാലും ഒന്ന് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അങ്ങനെ എല്ലായിടും ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചു എടുക്കുകയും കൂടിയും ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഒന്ന് രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയിട്ട് കുളിക്കണം കേട്ടോ. കുളിയും കൂടിയും കഴിഞ്ഞാൽ പിന്നെ കുളി കഴിയുമ്പോഴേക്കും ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി വെന്ത് നല്ല കുഴഞ്ഞ പോലെ ആവണം അല്ലേ, നല്ല ഉടച്ച് നല്ല വേവിക്കണം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കട്ടൻ വേണോ അതോ ഇനി ചോറ് കഴിക്കണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. എന്തായാലും ഞാൻ കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇതാ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബായ്.